8 ടൈപ്പ് ഡിഫറെൻറ്റ് നെയിൽ പോളിഷുകൾ. അപ്പോൾ അതിൻ്റെ പേരുകളെല്ലാം ഞാൻ പറയാൻ പോകുന്നില്ല, എങ്കിലും ഞാൻ ഇത്രയും പറയാം. നമ്മളിപ്പോൾ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കവറേ നോക്കും. ആ കവറിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, ഫോർമാലിറ്റികളുണ്ടോ, ടൊളുവിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, പിന്നെ ഡൈവീതയിൽ ടാലേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത്ര സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളിഷ് റിമൂവറില്ലേ, അതിൻ്റെ അകത്ത് അസറ്റോൺ ഉള്ള പോളിഷ് റിമൂവർ ഉപയോഗിക്കാതിരിക്കും. അസറ്റോൺ ഉള്ളതല്ലേ മിക്കതും, അല്ലാത്തതുണ്ട്. അപ്പോൾ അത്രയാണ് ഒരു കൺവെൻഷണൽ നെയിൽ പോളിഷിൻ്റെ. പിന്നെ നിങ്ങൾ പാർലറൊക്കെ പോയി ചെയ്യില്ലേ നെയിൽ പോളിഷ്, അപ്പോൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ നമ്മൾ അതിന് ജെൽ നെയിൽ പോളിഷ് എന്ന് പറയും, ജെൽ. അപ്പോൾ ആ ജെല്ല് ഇത് ഹാർഡൻ ചെയ്യാനായിട്ട് അവർ അൾട്രാവയലറ്റ് റേസ് ആണ് ഉപയോഗിക്കുന്നത്, ലൈറ്റ് അടിക്കത്തില്ല, ബ്ലൂ കളർ. അത് നമ്മുടെ സ്ഥിരമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൾട്രാവയലറ്റ് റേസ് അറിയാമല്ലോ, നമുക്ക് സ്കിൻ ക്യാൻസർ തുടങ്ങിയ പ്രോബ്ലംസ് ഉണ്ട്. അത് മേത്ത് വീഴാതെ മറ്റിടത്തും വീഴാതെ ശ്രദ്ധിക്കുക, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പ് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞ സംഭവം അറിയാമല്ലോ, അറിയില്ല? ഞാൻ നെയിൽ പോളിഷ് ഉപയോഗിക്കാറില്ല കമ്പാരിറ്റീവ്ലി. അത് നമുക്കിങ്ങനെ ഒരു ഡിപ്പ് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞ സംഭവം, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ്. സേഫ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിപ്സ്റ്റിക്. അത് പറയണം. ലിപ്സ്റ്റിക്കിൻ്റെ അഗെയിൻ ഇതാണ്, നമുക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഒരു എല്ലാ കാര്യത്തിലും നമ്മുടെ, പക്ഷേ ഇത് സെയിം അതിൻ്റെ അത് കണ്ടൻസ് നോക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കണ്ടന്റുകളാണോ മിക്കവാറുള്ള ഇത് ഉള്ള കണ്ടന്റുകളൊക്കെ ഉള്ള ഈ ഉള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതാണ് പ്രധാനമായിട്ടും നമുക്ക്. ഓക്കെ.